ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് നിലമ്പൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. CPIM PV അൻവറുമായുള്ള ബന്ധം ഉപേക്ഷിച്ചതിന് പിന്നാലെ PV അൻവറിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് CPIM. 18 ഏരിയ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിലെ 18 ഏരിയ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ വൈകിട്ട് അൻവറിനെതിരെ പ്രതിഷേധം നടക്കുകയാണ്. അൻവർ മുന്നണിയെ, സർക്കാരിനെ, CPIM-നെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഒരു കാലത്ത് അൻവറിന് മുദ്രാവാക്യം മുഴക്കിയിരുന്നവർ ഇപ്പോൾ അൻവറിനെതിരെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പ്രതിഷേധം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നാളെ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും പ്രതിഷേധം തീരുമാനിച്ചിട്ടുണ്ട് CPIM. ഈ കപ്പൽ മുങ്ങാൻ പോവുകയാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് താനിപ്പോഴിതാ പാർട്ടി താനുമായുള്ള ബന്ധം ഉപേക്ഷിച്ചതോടുകൂടി പൂർണ്ണമായി താൻ സ്വതന്ത്രനായിരിക്കുന്നു, ഇനി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്, ജനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ പുതിയ പാർട്ടി രൂപീകരിക്കുന്നതടക്കം ആലോചിക്കും എന്ന് അൻവർ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് CPIM ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട് നിലമ്പൂരിൽ നിന്ന്. സമീർ, വിവരങ്ങൾ. സമീർ. റിജിത്ത്, PV അൻവറിനെതിരെയുള്ള ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ സമരം തുടരുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ പ്രകടന റാലിയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. CPIM നിലമ്പൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച സമരം നിലമ്പൂർ ടൗണിലൂടെ നിലമ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലമ്പൂർ ടൗണിൽ തന്നെയാണ് PV അൻവർ MLA-യുടെ ഓഫീസും പ്രവർത്തിക്കുന്നത്. എന്നാൽ ആ ഭാഗത്തേക്ക് ഈ പ്രതിഷേധ സമരം പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു കാര്യം. കഴിഞ്ഞ വർഷങ്ങളായി PV അൻവറിന് വേണ്ടി പ്രവർത്തിച്ച, മുദ്രാവാക്യം വിളിച്ച നിരവധി പ്രവർത്തകർ നിലവിൽ ഈ പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ സാധാരണഗതിയിൽ നിലമ്പൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഒരു പ്രതിഷേധ പരിപാടിയിലോ അല്ലെങ്കിൽ സാധാരണ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു സാധാരണഗതിയിൽ ആളുകൾ ഈ പരിപാടിയിലും പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇഷ്യൂ ബേസ്ഡായി അല്ലെങ്കിൽ കൂടുതലോ കുറവോ ആളുകൾ പരിപാടിയിലില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാരൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. ഏതായാലും നിലവിൽ ഈ ചെങ്കൊടി തൊട്ട് കളിക്കണ്ട എന്നുള്ള ഒരു ഫ്ലെക്സ് ബോർഡ് ഉയർത്തി, ഒപ്പം തന്നെ PV അൻവറിന്റെ കോലം ഉയർത്തിയുമാണ് നിലവിൽ പ്രതിഷേധ പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷം ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭയുടെ ചെയർമാനും നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ നിലമ്പൂർ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുമാണ് ഇത്തരമൊരു പ്രതിഷേധ പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ 18 ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജില്ലയിൽ ഉടനീളം ഇന്ന് വൈകുന്നേരം 5:30 ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ട്. നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാത്രം 2 പ്രതിഷേധങ്ങൾ നടക്കുന്നു. ഒന്ന് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന നിലമ്പൂർ ടൗണിലൂടെയുള്ള പ്രതിഷേധം, മറ്റൊന്ന് അമരമ്പലത്തുള്ള പ്രതിഷേധം. അതായത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ PV അൻവറിന്റെ മണ്ഡലത്തിൽ മാത്രം ഒരു ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2 പ്രതിഷേധ പ്രകടനങ്ങളോ ആകെ 3 പരിപാടികൾ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഏതായാലും നിലവിൽ അൻവറിനെതിരെ മുദ്രാവാക്യം വിളികളുമായി ഈ പ്രതിഷേധം മുന്നോട്ട് പോവുകയാണ്. നാളെ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാനമായ രീതിയിൽ പ്രതിഷേധമുണ്ട് എന്നുള്ളതാണ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ രാഷ്ട്രീയ വിശദീകരണ യോഗം നിലമ്പൂരിൽ സംഘടിപ്പിക്കാനും നിലവിൽ CPIM-ന് ആലോചനയുണ്ട്. ഞായറാഴ്ചയാണ് PV അൻവർ വിളിച്ചിരിക്കുന്ന പൊതുയോഗവും നിലമ്പൂരിൽ നടക്കാനിരിക്കുന്നത്. വലിയ അളവിലുള്ള ഒരു സ്ത്രീ പങ്കാളിത്തവും നിലവിൽ ഈ പ്രതിഷേധ പ്രകടനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. ശരി, സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകുകയായിരുന്നു ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. PV അൻവറിനെതിരായ പ്രതിഷേധം നിലമ്പൂരിൽ നടക്കുകയാണ്. CPIM പ്രവർത്തകർ PV അൻവറിനെതിരെ മുദ്രാവാക്യം ഉയർത്തി പ്രകടനം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.